ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ കൺവെൻഷനുകളിൽ സജീവമാകാൻ വിവിധ മുന്നണികൾ. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. ആന്ധ്രാപ്രദേശിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുക എന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ വിയോജിപ്പ് അറിയിച്ച് ഐക്യരാഷ്ട്രസഭ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും സുഗമമായ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ചീഫ് സെക്രട്ടറി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചതായും റിട്ട് ഹർജിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,67,00,000 കവിഞ്ഞു. 14ാം ദിവസമായ ഇന്നലെ വൈകിട്ട് 6 മണിവരെയുള്ള കണക്കുകളാണിത്. ഫോം വിതരണം 95.89% മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകമാനം ഇതുവരെ 50 കോടി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ കൺവെൻഷനുകളിൽ സജീവമാകുകയാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികൾക്കൊപ്പം വോട്ട് അഭ്യർത്ഥിക്കാൻ വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും സജീവമാണ്. LDFന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൺവെൻഷൻ വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നഗരസഭയിൽ നടന്ന NDA കൺവെൻഷൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 56 ഡിവിഷനുകളിൽ കോൺഗ്രസ് 38 സീറ്റിലും മുസ്ലിം ലീഗ് 18 സീറ്റിലും മത്സരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 2994 പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ പത്രികാ സമർപ്പണം തൃശൂരിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കത്തിന്റെ നിരീക്ഷണം ശക്തമാക്കുകയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഓഡിയോ, വീഡിയോ, ഡിസ്പ്ലേ, AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ കർശനമായി പരിശോധിക്കാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരള പോലീസ് സോഷ്യൽ മീഡിയ പട്രോളിംഗിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഓഡിറ്റിംഗും നടത്തുന്നുണ്ട്. വ്യാജമായതോ ദോഷകരമായതോ അപകീർത്തികരമായതോ ആയ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കും. വ്യാജ കണ്ടന്റുകൾ കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ 3 മണിക്കൂറിനുള്ളിൽ അത് നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കും. നീക്കം ചെയ്യാത്ത പക്ഷം നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുക എന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും. ഇപ്പോൾ പ്രവർത്തിക്കുക, വർത്തമാനകാലം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം 24 വരെ നീളുന്ന വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടയിലുണ്ടായ അപകടത്തിൽ നിർമ്മാണ കമ്പനിക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി വിലയിരുത്തൽ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ദേശീയപാത അതോറിറ്റിയുടെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്ന റൈഡ് സംഘം നിർമ്മാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവരുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും മേൽനോട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനിയുള്ള പണി അനുവദിക്കുകയുള്ളൂ എന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. ഉയരപ്പാതയിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് പോലീസിന്റെ സഹായത്തോടെ ഗതാഗതം നിയന്ത്രിക്കും.
2026 മാർച്ചിൽ നടക്കുന്ന SSLC, THSLC പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. വിജ്ഞാപനത്തിലുള്ള സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കില്ലെന്ന് പരീക്ഷാ ഭവൻ സെക്രട്ടറി അറിയിച്ചു. രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം 30-ന് മുൻപ് പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഴ കൂടാതെ നാളെ വരെ ഫീസ് അടയ്ക്കാം. അടുത്ത വർഷം മാർച്ച് 5 മുതൽ 30 വരെയാണ് പരീക്ഷ. IT പരീക്ഷ ഫെബ്രുവരി 2 മുതൽ 13 വരെ നടക്കും. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു ജില്ലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ ഹിറ്റ്മ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ആന്ധ്ര ഒഡീഷ അതിർത്തി പ്രദേശത്തെ വനത്തിനുള്ളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ട കമാൻഡർ ഹിറ്റ്മ 26ഓളം സായുധ ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല തീർത്ഥാടന കാലം തുടങ്ങി 2ാം ദിവസമായ ഇന്നും സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. അയ്യപ്പ ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തുനിന്ന് ദർശനപുണ്യം നേടിയാണ് ഭക്തർ മലയിറങ്ങുന്നത്. അതേസമയം തീർത്ഥാടനത്തിനിടെ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിനി സതി കുഴഞ്ഞു വീണ് മരിച്ചു. അയ്യപ്പ ഭക്തർക്ക് സുഗമമായ യാത്രയ്ക്കായി ആദ്യഘട്ടത്തിൽ 450 ബസ്സുകൾ സർവീസ് നടത്തുന്നതായി KSRTC. നിലയ്ക്കൽ, പമ്പ ചെയിൻ സർവീസ് ഓരോ മിനിറ്റിലും 3 ബസ്സുകൾ വീതം ഭക്തരുടെ തിരക്കനുസരിച്ച് സർവീസ് നടത്തുന്നുണ്ട്. വിവിധ ഡിപ്പോകളിൽ നിന്ന് പമ്പയിലേക്ക് 248 ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ടെന്നും KSRTC അറിയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ബോഡിമെട്ട് ബോഡിചുരം പാതയിലൂടെയുള്ള യാത്രയിലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ സഞ്ചാരികളുടെ മനം കവരുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോടമഞ്ഞിൻ പുതപ്പെട്ട താഴ്വാരങ്ങൾ, കിലോമീറ്ററുകളോളം നീണ്ടുപോകുന്ന മലമ്പാതകൾ, ഒപ്പം മഴക്കാലം എത്തിയാൽ കൂടുതൽ ഭംഗിയോടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടങ്ങളും ബോഡിമെട്ട് ബോഡി ചുരം പാതയിലൂടെയുള്ള യാത്രയ്ക്ക് ചാരുതയാകുന്ന ദൃശ്യങ്ങൾ അനവധിയാണ്. ഏലവും തേയിലയും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തുറന്നതാണ് ഈ ചരിത്രപാത. ഇന്ന് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര റൂട്ടുകളിൽ ഒന്നാണിത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ വിയോജിപ്പ് അറിയിച്ച് ഐക്യരാഷ്ട്രസഭ. ഹസീനയുടെ അസാന്നിധ്യത്തിൽ പ്രസ്താവിച്ച ട്രൈബ്യൂണൽ വിധിയെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എതിർത്തു. പ്രാദേശിക കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിലാണ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതെന്ന് UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്നലെയാണ് ധാക്കയിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 89 പോയിന്റ് നഷ്ടത്തിൽ 84,851-ലും, നിഫ്റ്റി 49 പോയിന്റ് ഇടിഞ്ഞ് 25,969-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,280 രൂപ കുറഞ്ഞ് 90,680 രൂപയും ഗ്രാമിന് 11,335 രൂപയുമാണ് ഇന്നത്തെ വില. ന്യൂഡൽഹിയിൽ നടന്ന യങ് ഇന്ത്യൻസ് പാർലമെന്റ് 2025 നാഷണൽ ഫൈനൽസിൽ മികച്ച സ്വകാര്യ ബില്ലിനുള്ള പുരസ്കാരം നേടി തിരുവനന്തപുരം സ്വദേശി SR സീതാലക്ഷ്മി. വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിനിയാണ് സീത. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദേശീയതല മത്സരം മുൻ MPയും എഴുത്തുകാരനുമായ ബൈജയന്ത് പാണ്ഡെയാണ് ഉദ്ഘാടനം ചെയ്തത്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന് മുന്നോടിയായി ഡോക്ടർ MS വല്യത്താൻ അനുസ്മരണ പ്രഭാഷണം തിരുവനന്തപുരത്ത് നടന്നു. ശ്രീചിത്രയിലെ അച്യുത മേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ഡയറക്ടറും KSE STEയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ MS വല്യത്താൻ. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. 15 ഉപജില്ലകളിൽ നിന്നായി 9,000-ലധികം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 15 വേദികളിലായി 319 ഇനങ്ങളിലാണ് മത്സരം. തിരുവനന്തപുരം തൈക്കാട് ശാസ്താംകോവിലിന് സമീപം യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ സ്കൂളിന് ബന്ധമില്ലെന്ന് മോഡൽ സ്കൂൾ PTA. സ്കൂളിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തും വിധം വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും PTA അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ കൺവെൻഷനുകളിൽ സജീവമാകാൻ വിവിധ മുന്നണികൾ. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. ആന്ധ്രാപ്രദേശിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു.
ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുക എന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ വിയോജിപ്പ് അറിയിച്ച് ഐക്യരാഷ്ട്രസഭ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.